മൂവാറ്റുപുഴ മേക്കടമ്പിൽ യൂസ്ഡ് കാർ ഷോറൂമിന് നേരെ പെട്രോൾ ബോംബേറ്. മേക്കടമ്പ് MIN പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന യൂസ്ഡ് കാർ ഷോറൂമിനും ആൻസ് ബേക്കറിക്കും നേരെയാണ് ഇന്നലെ പുലർച്ചെ ആക്രമണം ഉണ്ടായത്. ബോംബ് പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മേക്കടമ്പ് യൂസ്ഡ് കാർ ഷോറൂമിനും ബേക്കറിക്കും നേരെയാണ് പെട്രോൾ ബോംബ് ആക്രമണമുണ്ടായത്. MIN പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന മൈ കാർ യൂസ്ഡ് കാർ ഷോറൂമിനും ആൻസ് ബേക്കറിക്കും നേരെയാണ് ഇന്നലെ പുലർച്ചെ ആക്രമണമുണ്ടായത്. ബോംബുകൾ കൃത്യമായി പൊട്ടിത്തെറിക്കാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പുലർച്ചെ 3:30-ഓടെയാണ് കാറിലെത്തിയ യുവാവ് ആദ്യം ആക്രമണം നടത്തിയത്. ഷോറൂമിലുണ്ടായിരുന്ന 20ഓളം കാറുകൾ ലക്ഷ്യമിട്ടാണ് പെട്രോൾ ബോംബുകൾ എറിഞ്ഞത്. ബിയർ കുപ്പിയിൽ പെട്രോൾ നിറച്ച് തിരിയിട്ട നിലയിലായിരുന്നു ഇവ. കുപ്പികൾ പൊട്ടി പെട്രോൾ പുറത്തേക്കൊഴുകിയെങ്കിലും കോൺക്രീറ്റിനിടയിലേക്ക് ഇറങ്ങിയതോടെ തീപിടുത്തമുണ്ടായില്ല. തീ പടർത്താനായി പ്രതി സിഗരറ്റ് കത്തിച്ചെറിഞ്ഞെങ്കിലും പരാജയപ്പെട്ടു. സ്ഥലത്തു നിന്നും മടങ്ങിയ പ്രതി 5:30-ഓടെ വീണ്ടും തിരിച്ചെത്തിയ ആക്രമണം ആവർത്തിച്ചു. രണ്ടാം തവണയും ബോംബ് സ്ഫോടനം ഉണ്ടാകാതിരുന്നതോടെ ബേക്കറിക്ക് മുന്നിലിരുന്ന പത്രങ്ങളും സ്വന്തം കാറിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. അതായത് രാവിലെ ഒരു 3:30 ആയപ്പോഴത്തേക്കും ഒരാള് ഇതിലമ്പഴി നടന്നു വന്നിട്ട് നമ്മുടെ ഈ ഷോറൂമിനുള്ളിലേക്ക് പെട്രോള് ബീറിന്റെ കുപ്പിക്കകത്ത് പെട്രോൾ ഫില്ല് ചെയ്ത് തുണി ഇട്ടിട്ട് അതിൽ കത്തിച്ച് അകത്തേക്ക് എറിഞ്ഞു. 3 കുപ്പി എറിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കത്തണില്ലാന്ന് കണ്ടോടി പുള്ളി സൈഡിലേക്ക് മാറി. രണ്ടാമത് വീണ്ടും നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് പെട്രോൾ എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും അദ്ദേഹം ഉള്ളിലേക്കിട്ട് എറിയുകയും അതുപോലെ ഉള്ളിൽ കയറി കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ പുള്ളി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഉള്ളിലേക്ക് കയറി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയി കവർ ചെയ്ത് അവിടം വരെ പെട്രോൾ ഒഴിക്കുകയും അത് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ കത്തണില്ലായിരുന്നു. അതായത് ഫ്ലോറിന്റെ ഒരു ഇത് വെച്ചത് പെട്രോൾ പെട്ടെന്ന് ഡിസ്ലോക്കേറ്റ് ആയി പോയതുകൊണ്ട് ഇത് കത്തണില്ലായിരുന്നു. രണ്ടാമത് പുള്ളി വീണ്ടും കടയുടെ ഫ്രണ്ടിലിട്ട് പെട്രോൾ ഒഴിച്ച് അവിടെ കത്തിച്ചു. അവിടെ കത്തിയോട് പുള്ളി പേടിച്ച് പുറയിലേക്ക് മാറി. ഇത് ഏകദേശം 3:30 സമയത്തായിരുന്നു നടന്നത്. പുള്ളി 4 മണി ആയപ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്തിട്ട് പുള്ളി പോയി. രണ്ടാമത് വീണ്ടും പുള്ളി കാറിൽ നമ്മുടെ ഷോറൂമിന്റെ മുന്നിൽ കൂടെ തന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ വണ്ടി ഒതുക്കി നടന്ന് ഇവിടെ വന്നു. അത് ആ സമയം ഏകദേശം 5:20 സമയമായിരുന്നു. നടന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും പുള്ളി പെട്രോൾ തന്നെ ബിയർ കുപ്പിക്കകത്ത് കത്തിച്ച് അകത്തേക്ക് ഒഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുപോലെ അകത്തേക്ക് പുള്ളി അത് കത്തണില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സിഗരറ്റ് കത്തിച്ച് അത് എറിഞ്ഞു നോക്കി, കത്തണില്ല. അതിനുശേഷം വീണ്ടും പുള്ളി ഉള്ളിലേക്ക് തന്നെ കയറി അന്ന് വന്ന ന്യൂസ് പേപ്പറും അതുപോലെ പുള്ളി കൊണ്ടുവന്ന തുണി ഒന്നിച്ച് അകത്തിട്ട് കത്തിച്ചിട്ട് പുള്ളി ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇതാണ് ശരിക്കും പറഞ്ഞ അന്ന് ദിവസം നടന്നത്. ബേക്കറിക്ക് മുന്നിലെ തീപിടുത്തത്തിൽ ഗ്ലാസ് വാതിലിനും മേശയ്ക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സ്ഥാപന ഉടമയായ അജി ചാക്കോയുടെ വീട് ഷോറൂമിന് തൊട്ടടുത്താണ്. 3 പെട്രോൾ ബോംബുകളും ലക്ഷ്യം കണ്ടിരുന്നെങ്കിൽ വീടിനുൾപ്പെടെ തീപിടിച്ച് വൻ ദുരന്തമുണ്ടാവുകയും ചെയ്യുമായിരുന്നു. അത് എറിഞ്ഞപ്പം 3 കുപ്പിയായിരുന്നു എറിഞ്ഞത്. 3 കുപ്പിയില് 1 കുപ്പി കാറിനടിയിലേക്കാണ് പോയത്. ഇത്രയും കാറുകളോടൊപ്പം ആ കാറിനടിയിലേക്ക് അതെല്ലാം പോയത്. ബാക്കി 2 കുപ്പി പൊട്ടി അവിടെ ചെതറി കിടക്കുന്നു. അതിലെ പെട്രോൾ പുള്ളിയാണ് കത്തിച്ചത്. കടയുടെ ഗ്ലാസ് പുള്ളി ആദ്യം അതായത് 3:30 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ പെട്രോൾ അകത്തേക്ക് എറിഞ്ഞതിന് ശേഷം ഇത് കത്തനില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി കടയുടെ ഫ്രണ്ടില് തുണി കൂട്ടിയിട്ടിട്ട് അവിടെ പെട്രോൾ ഒഴിച്ച് അവിടെ കത്തിച്ചു. കടയുടെ ഫ്രണ്ടിൽ സംഭവിച്ചു. അങ്ങനെയാണ് അവിടുത്തെ കടയുടെ ഗ്ലാസിന്റെ ഫ്രണ്ട് പൊട്ടിയത്. അത് ഉള്ളിലേക്കും കത്തിക്കേറി. ഉള്ളിലത്തെ മാറ്റം കുറെ കത്തിപ്പോയിട്ടുണ്ട് കടയിൽ. പ്രഭാത സവാരിക്കാരും പത്രവിതരണക്കാരും കടന്നുപോയ സമയത്ത് അക്രമി മറഞ്ഞു നിന്നു എന്നാണ് കരുതുന്നത്. സംഭവത്തിന്റെയും അക്രമിയുടെയും ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഉടമ നൽകിയ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. സമീപത്തെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ആർക്കും തന്നോട് വൈരാഗ്യമില്ലെന്നും ആക്രമണം മുൻപ് പരിചയമില്ല എന്നുമാണ് സ്ഥാപനമുടമ പറയുന്നത്.